നനഞ്ഞ തുണിയോ? വെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയപ്പർ വെക്കുന്ന പോലെ ഈ സ്റ്റിക്കെ കുത്തി ഇതിനെ മുകളിലോട്ട് വെച്ചാൽ മതി. അത് നേരിട്ട് ഇടാൻ പാടില്ല. ഇതും ഇതേപോലെ വെള്ളം ചേർന്നുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇടാം എന്നാ പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും കുഴപ്പമൊന്നുമില്ല, നേരെ ഇട്ടാൽ മതി. ഇതിൽ മുടിയിട്ട് കത്തിക്കാൻ പോവാണ് കേട്ടോ. അല്ല, അടിപൊളി മുടി വെച്ചിട്ടുണ്ട്. ഇതും ഇതിലേക്ക് ഇട്ട് കത്തിക്കാൻ പോവാണ്. ഇത് കത്തിക്കടിക്കുമ്പോൾ തന്നെ ഇതുണ്ടോ ഒക്കെ എടുത്ത് മാറ്റി വെക്കണം. ഒരു സ്ഥലത്ത് കഴിഞ്ഞു മറ്റൊരു സ്ഥലത്തേക്ക് വേണമെങ്കിൽ കത്തുന്ന സമയത്ത് തന്നെ എടുത്ത് മാറ്റി വെക്കാൻ പറ്റും. F0 എന്ന് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ പാലായിലുള്ളത് യുവർ ഫർണസ് എന്ന് പറയുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കണ്ടത് കഴിഞ്ഞ ഒരു എക്സ്പോ, മനോരമയുടെ എക്സ്പോ നിങ്ങളുടെ മുന്നിലേക്കാണ് എത്തിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ എക്സ്പോന് പോയ സമയത്തായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിലുള്ള വേസ്റ്റുകൾ കത്തിച്ച് കളയാൻ പറ്റും. സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ കത്തിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. നമ്മുടെ ഡയപ്പറുകൾ, സാനിറ്ററി പാഡുകൾ ഒക്കെ കത്തിക്കാൻ പറ്റുന്നത്. അവിടുന്ന് ഇത് കത്തിച്ച് കാണിക്കാൻ ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ എന്നോട് പറഞ്ഞത് കോട്ടയത്ത് വരുന്നുണ്ട് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം കാണിച്ചു തരാന്നുള്ളത്. അങ്ങനെ കോട്ടയത്ത് എനിക്ക് വരേണ്ട ഒരു അവസരം വന്നു, വിളിച്ചു, നേരെ ഇവിടത്തേക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഇതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക്. ഇന്നിപ്പോ എന്റെ കൂടെ ഉള്ളത് ഡിൻഡോ ചേട്ടനാണ്. ഇന്ന് നമ്മുടെ കേരളം മുഴുവനും ഈ പ്രോഡക്റ്റ് എത്തിച്ചു തരുന്നത് എൻഷുറ എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഇങ്ങനെ ഒരു പ്രോഡക്റ്റിലേക്ക് നിങ്ങൾ വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അതായത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ വേസ്റ്റ് ആണ്. അത് നമ്മൾ ഉറവിട മാലിന്യ സംസ്കരണം എന്നുള്ള ഇതിന്റെ പ്രോജക്റ്റാണ്. ഈ ഒരു ഇതിൽ ഉറവിട മാലിന്യ സംസ്കരണം അതാണ് എനിക്ക് ഏറ്റവും ആകർഷണമായിട്ട് തോന്നിയത്. ശരിക്കും ഈ ഉറവിട മാലിന്യ സംസ്കരണം എന്ന് പറച്ചല് മാത്രമേ ഉള്ളൂ, അത് എല്ലാവരും നടക്കുന്നില്ല. ഇപ്പോൾ ഇത് ശരിക്കും നമ്മൾ എവിടെ വേസ്റ്റ് ഉണ്ടാകുന്നു അവിടെ വെച്ച് ഇത് കത്തിക്കാൻ പറ്റും. ഇത് വേറെ ഇടത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങളില്ല. നമുക്ക് എവിടെ വേസ്റ്റ് ഉണ്ടാകുന്നു അവിടെ വെച്ച് ഇത് ഉപയോഗിച്ച് നമുക്കത് നിർമ്മാണം ചെയ്യാൻ പറ്റും. അതിന്റെ കാര്യങ്ങളാണ് നമ്മളിത് കാണാൻ പോകുന്നത്. എങ്ങനെയാണ് ഇത് കത്തിക്കുന്നുള്ള കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് കടക്കാം. നമ്മൾ ഈ ഫർണസ് ബോക്സിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു മാനുവൽ നമ്മുടെ കയ്യിലേക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പിക്കർ. ഇതിൻ്റെ ഒക്കെ ഉപയോഗം എന്താണെന്നുള്ളത് നമുക്കിത് കത്തിച്ച് തുടങ്ങിയതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാം. അതായത് നമുക്ക് കത്തിക്കാം. എങ്ങനെയാണ് ഇത് കത്തിക്കുന്നത്? ഒന്നുമില്ല, ജസ്റ്റ് നമ്മളൊരു പേപ്പർ കത്തിച്ചിടുക. ഒന്ന് കത്തിച്ചാൽ കിട്ടാൻ മതി. പേപ്പർ ചുരുട്ടിയിട്ട് കത്തിച്ചിടുക. വേറെ നമ്മൾ വലിയ വിറകൊന്നും ഇട്ടിട്ട് കത്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സാധാരണ രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ നല്ല തീ വരണമെങ്കിൽ ഇപ്പൊ തന്നെ നല്ല തീ. ഇത് എയർ ടർബുലൻസ് ആണ്. അപ്പോൾ സൈഡിൽ നിന്ന് എയർ കയറിയിട്ട് ഫ്ലെയിമിനകത്ത് വട്ടം കറങ്ങുക. അപ്പോൾ പെട്ടെന്ന് തന്നെ 1 മിനിറ്റിനുള്ളിൽ തന്നെ ഇതിനകത്ത് ടെമ്പറേച്ചർ 400 ഡിഗ്രിക്ക് മുകളിലേക്ക് വരും. 1 മിനിറ്റിനുള്ളിൽ തന്നെ. പെട്രോളോ മണ്ണെണ്ണ ഡീസലോ ഒന്നും നമ്മളിതിനകത്ത് ഒഴിക്കരുത്. നമ്മൾ ഇടുന്ന ആ വേസ്റ്റ് തന്നെയാണ് ഇതിന്റെ ഫ്യൂൽ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിൽ എന്തൊക്കെ കത്തിക്കാം, എന്തൊക്കെ കത്തിക്കാൻ പാടില്ല? 2016 സെൻട്രൽ ഗവൺമെന്റ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ഉണ്ട്. അതിനകത്ത് പറയുന്നത് എന്ത് നമുക്ക് കത്തിക്കാൻ പറ്റും. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഡയപ്പറുകൾ, സാനിറ്ററി പാഡ്സ്, അതെല്ലാം നമുക്ക് കത്തിച്ച് കളയാൻ പറ്റും. കത്തിക്കാൻ പാടില്ലാത്തത് പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങൾ, പെർഫ്യൂം ബോട്ടിൽ, സിഗരറ്റ് ലൈറ്റർ, ബാറ്ററികൾ, പടക്കങ്ങൾ, അങ്ങനെയൊന്നും കത്തിക്കാൻ പാടില്ല. ഇതിലിടാൻ പാടില്ല. ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പം എന്താണ്? ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ബൾജിങ്, പൊട്ടിത്തെറിയ സാധനം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനകത്ത് ബൾജിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിന് കംപ്ലൈന്റ് വരാൻ സാധ്യത. അതെ, ഇതിനകത്ത് നമുക്ക് വറ്റൽമുളക് ഒരേട്ട് കത്തിക്കാം. കാരണം നമ്മുടെ അടുപ്പിലേക്ക് ഒരു വർഷം വറ്റൽമുളക് പോയി നമുക്ക് ആ പ്രദേശം പോലും നിൽക്കത്തില്ല. അതെ, ഇതിനകത്തോട് എന്തായാലും ഇട്ട് കൊടുത്താൽ പോലും തൊട്ടടുത്ത് തന്നെ നിൽക്കാൻ പറ്റും. സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല. കാരണം വെച്ചാൽ ആ ഹൈ ടെമ്പറേച്ചർ ആണ്, കംപ്ലീറ്റ് കമ്പൾഷൻ ആണ്. അല്ല, എനിക്ക് എന്റെ ഏറ്റവും വലിയൊരു സംശയം അതായിരുന്നു. കാരണം നമ്മളിങ്ങനെ ഓപ്പൺ പ്ലേസിൽ ഇട്ടിട്ട് കത്തിക്കുന്ന സമയത്ത് അതിന്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ഇത് ഇത്ര വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞാലും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവും. ചെറിയ രീതിയിൽ നമ്മൾ വറ്റൽമുളക് ഇട്ടാൽ പോലും ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും അല്ലേ? ഇപ്പൊ ഇത്ര വറ്റൽമുളക് കിട്ടും, ഒരു കുഴപ്പമുണ്ടോ? ഒന്നും അറിയാൻ പോലും അതുപോലെ വേണമെങ്കിൽ നമുക്ക് മുടി കത്തിക്കാം. മുടിയും കത്തിക്കുക. അത് ശരി. ഇതിൽ മുടിയിട്ട് കത്തിക്കാൻ പോവാണ് കേട്ടോ. അല്ല, അടിപൊളി മുടി വെച്ചിട്ടുണ്ട്. ഇതും ഇതിലേക്ക് ഇട്ട് കത്തിക്കാൻ പോവാണ്. നിങ്ങൾ ഇട്ടോ, നേരെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതിന് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. മുടി കത്തിയാൽ പോലും മണം വരത്തില്ല, ഒന്നുമില്ല, ഒരു സ്മെല്ലില്ല. ആ വറ്റൽമുളക് ഇട്ടു, മുടി ഇതിലേക്ക് ഇട്ടു, മുടിയിട്ട് കത്തിച്ചിട്ട്. സാധാരണ മുടിയൊക്കെ കത്തിക്കഴിഞ്ഞാൽ നമുക്കറിയില്ല, ചെറിയ രീതിയിൽ കത്തിയാൽ പോലും ഭയങ്കര സ്മെല്ലായിരിക്കും. അതെ, ഒന്നും അറിയാനില്ല. ഒത്തിരി സലൂൺകാര്, ബ്യൂട്ടി പാർലർ എല്ലാം എടുക്കുന്നുണ്ട് മുടി കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോകുന്നുണ്ട് അല്ലേ? ഒത്തിരി എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ പച്ച ഓലയൊക്കെ ഉണ്ടല്ലോ, ഇതേപോലെ സിമ്പിൾ ആയിട്ട് അതിങ്ങനെ ഇട്ട് എടുക്കുക. അതങ്ങനെ ഇട്ട് കത്തിക്കോളും. അത് ഇട്ടപ്പോൾ തന്നെ ആ സൗണ്ടോട് കൂടിയിട്ട് കത്തുകയാണ്. അത് ഉണങ്ങാനുള്ള സമയം പോലും ഈ ഫർണസ് കൊടുക്കുന്നില്ല എന്നാണ് ഇതിന്റെ സത്യം എന്ന് പറയുന്നത്. അത് സംഭവം കത്തിക്കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് എന്തും കത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഫർണസിന്റെ ഒരു മേക്കിംഗ് രീതി വരുന്നത് അല്ലേ? ഇനി ഈ ഫർണസിലേക്ക് ഇടാൻ പോകുന്നത് നമ്മുടെ സാനിറ്ററി പാഡുകൾ ഉണ്ടല്ലോ. പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഹോസ്റ്റലുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ സാനിറ്ററി പാഡുകൾ. ഒത്തിരി കുട്ടികളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ എന്താണ് ചെയ്യുക ശരിക്കും? അവിടെയൊക്കെ കൂട്ടിയിടേണ്ടി വരില്ല. പല സ്ഥലങ്ങളിലും കത്തിച്ച് കഴിഞ്ഞാൽ കത്തിച്ച് തീരില്ല. ഇത് കത്തി തീരാനും പോലും പാടായിരിക്കും. എന്നാൽ ഒരിക്കലും ഈ സാനിറ്ററി പാഡുകൾ ഇതേപോലെ ഡ്രൈ ആയിട്ടുള്ള ഉണ്ടാവുക. അതിൽ വെള്ളം ഉണ്ടാവും. നമുക്ക് എന്താ പറയുക, ഇതേപോലെ ഡ്രൈ ആയിട്ടല്ല ഉണ്ടാവുന്നത്. ഇങ്ങനെ ഉണ്ടാവും അല്ലേ? വെള്ളമൊക്കെ ഇതിലുണ്ടാവും. ഞാനത് വെള്ളത്തിൽ അങ്ങനെ മുക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതും ഇതേപോലെ വെള്ളം ചേർന്നുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇടാം എന്നാ പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും, കുഴപ്പമൊന്നുമില്ല. നേരെ ഇട്ടാൽ മതി. മതി. ഓക്കെ, അതും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. സാനിറ്ററി പാഡ്
വെള്ളത്തിൽ മുക്കി എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. സാനിറ്ററി പാഡ് നമുക്ക് ഡയറക്റ്റ് ഇതിനകത്തോട്ട് കൊടുത്താൽ മതി. ഓക്കെ. അതപ്പോൾ ഡയപ്പറുകൾ വരുന്നുണ്ടല്ലോ, ഡയപ്പറിനകത്ത് കൂടുതലായിട്ട് ഈർപ്പം വരുന്ന കാരണം നമ്മൾ ഇതിനടുത്ത് സ്റ്റിക്ക് ഉണ്ട് എല്ലാം ഇതുപോലെ. അതിനാണ് ഈ ഫസ്റ്റ് പറഞ്ഞ സ്റ്റിക്ക്. സ്റ്റിക്ക് സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നു വെള്ളത്തിൽ. അതിലേക്ക് അത് ചൂടാക്കി എടുക്കണോ? അതിനാ അപ്പോൾ ഇതിനകത്ത് തുളയ്ക്കാൻ വേണ്ടി വളരെ എളുപ്പമുണ്ട്, ഇതിനകത്ത് കോർക്കാൻ വേണ്ടി നല്ല എളുപ്പമുണ്ട്. ഓ, അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് ചൂടാക്കുന്നു. ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കുന്നു, വെള്ളത്തിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഇട്ടതുപോലെ തന്നെ സാനിറ്ററി പാഡ് ഇട്ടതുപോലെ കംപ്ലീറ്റ് വെള്ളത്തിൽ മുക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും വേസ്റ്റ് കൂടിയ ഭാഗത്ത് കുത്തുക. ഓക്കെ, ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിൽ ഇരുന്ന് കംപ്ലീറ്റ് കത്തി തീർന്നു പോക്കോളും. നമ്മൾ ഡയപ്പറിൻ്റെ ഏറ്റവും വേസ്റ്റ് കൂടിയ ഭാഗത്താണ് കുത്തുന്നത്. എന്നിട്ട് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഓ, ഇത് മാത്രമേ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടതുള്ളൂ. കാരണം ഇതിനകത്ത് കൂടുതലായിട്ട് ഈർപ്പം വരുന്ന കാരണമാണ് ഇത്. സാനിറ്ററി പാഡ്സ് ഇങ്ങനെ അകത്തിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു എക്സ്ട്രാ ഒരു സ്റ്റിക്ക് കൂടി കൊടുക്കുന്നത്. നമ്മൾ ഡയപ്പറുകൾ കത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ചിരട്ടയോ വിറകോ ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് കത്തി തീർന്നു നോക്കോളും. അതിന് വേണ്ടി മാത്രം. ഡയപ്പർ കത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ചിരട്ട വിറക് ഇട്ട് കൊടുക്കുക. അതാകുമ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ കത്തി തീർന്നു നോക്കും. അതുപോലെ തന്നെ സദ്യ കറന്നു കഴിയുമ്പോൾ നമുക്ക് പേപ്പർ പ്ലേറ്റുകൾ ഗ്ലാസ്സുകളൊക്കെ ആണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഫുഡ് വേസ്റ്റ് കളഞ്ഞിട്ട്. ഫുഡ് വേസ്റ്റ് അതിൽ ഉണ്ടാവരുത്. ഫുഡ് വേസ്റ്റ് ഉണ്ടാവരുത്. അത് സിമ്പിൾ ആയിട്ട് നോക്കിയത് ഈ ഒരു ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, ഇതേപോലെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അത് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ല, വെള്ളം കളഞ്ഞിട്ട് അല്ല, അങ്ങനെയല്ല, നനവുണ്ടെങ്കിലും ചെറിയ നനവുണ്ടെങ്കിൽ കുഴപ്പമില്ല, നേരെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഇത് 800 ഡിഗ്രി ചൂടി കത്തുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ഹാൻഡിൽ വെച്ചിരിക്കുന്നത് ഇതുണ്ട്. ഇത് കത്തിക്കടിക്കുമ്പോൾ തന്നെ ഇതുണ്ടോ നോക്കണമെങ്കിൽ എടുത്ത് മാറ്റി വെക്കണം. ഒരു സ്ഥലത്ത് കഴിഞ്ഞു മറ്റൊരു സ്ഥലത്തേക്ക് വേണമെങ്കിൽ കത്തുന്ന സമയത്ത് തന്നെ എടുത്ത് മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേസ്റ്റ് തുണികൾ കത്തിക്കാനുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. തുണിയും നേരെ നമുക്ക് അതിലേക്ക് ഇടാം. തുണിയിട്ട് കത്തിക്കാൻ പറ്റും. ഓക്കെ. ഇനിയിപ്പോൾ ഇച്ചിരി വെറ്റാന്ന് വിചാരിച്ചു, നനഞ്ഞ തുണിയോ? വെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയപ്പർ വെക്കുന്ന പോലെ ഈ സ്റ്റിക്കാ കുത്തി ഇതിന് മുകളിലോട്ട് വെച്ചാൽ മതി. ഓ, അത് നേരിട്ട് ഇടാൻ പാടില്ല. ഇതിനകത്ത് ഈ ഹൈ ടെമ്പറേച്ചർ ഉള്ള കാരണം, ഇതിനകത്ത് പുകയിൽ വളരെ കുറവുള്ളതിൻ്റെ കാരണം, മണം വരാത്തതിൻ്റെ കാരണം. ഓ, വെറ്റായിട്ടുള്ളത് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് ടെമ്പറേച്ചർ താഴും. അപ്പോഴാണ് കൂടുതൽ പുക വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് വെറ്റായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് മുകളിൽ ഈ സ്റ്റിക്കാ കുത്തി വെക്കുക. ജസ്റ്റ് അവിടെ കുത്തി വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറയുന്ന ഈ ഡയപ്പറും നമ്മളിത് നനഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കുത്തി വെച്ച് കൊടുത്താൽ അകത്തേക്ക് ഇട്ടരുത്. ഓക്കെ. ഇതിനെന്തുകൊണ്ടാണ് ഈ പുകക്കോയിലില്ലാത്തത്? ഇതിന് 800 ഡിഗ്രിക്ക് മുകളിലാണ് കത്തുന്നത്. അത് കാരണം ഇതിന് വളരെ നേരിയ പുകയെ വരത്തുള്ളൂ. അതാണ് ഇതിന് പുകക്കോളിൻ്റെ ആവശ്യമില്ല. അല്ല, സാധാരണ എല്ലാത്തിനും ഇതേപോലെ കാണുന്ന ഒക്കെ ഇതിലും വലിയ ഹൈറ്റിൽ പുകക്കോലൊക്കെ കാണുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അത് ഒരു ചേമ്പർ തടച്ചു വെച്ചിട്ട് ചെറിയ ടെമ്പറേച്ചർ കത്തുന്നു. അതായത് 150-200 ഡിഗ്രി ടെമ്പറേച്ചർ കത്തുന്നത്. നല്ല പുകയുണ്ടാവും. അപ്പോൾ അത് നീറി കത്തിയിട്ട് പുക ഒരു കുഴലിൽ കൂടെ മുകളിൽ കൊണ്ട് കളയുന്നു. ഇതിന് പുകക്കോളിന്റെ പോലും ആവശ്യമില്ല. കാരണം ഈ ഹൈ ടെമ്പറേച്ചർ കത്തുന്ന കാരണം ഇതിന് വളരെ നേരിയ പുക ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇത് പുകക്കോലിന്റെ ആവശ്യമില്ല. അത് തന്നെയാണ് അതിന്റെ തെളിവായിട്ടാണ് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കാണിച്ചു, മുടി ഇട്ട് കാണിച്ചു. അപ്പം ഈ ഹൈ ടെമ്പറേച്ചർ ആയത് കാരണമാണ് കംപ്ലീറ്റ് കംപ്രഷൻ ആണ്. അതായത് ഇത്ര ഹൈറ്റ് ആയിട്ട് പോലും വറ്റൽമുളകും നമ്മൾ മുടി വിട്ടിട്ട് ഇവിടെ നിന്നിട്ട് പോലും നമുക്ക് ആ സ്മെല്ല് കിട്ടത്തില്ല. കാരണം ഈ ഹൈ ടെമ്പറേച്ചർ കാരണമാണ്. അതുപോലെ മറ്റൊരു കാര്യം, ഇങ്ങനെ നമുക്ക് കത്തിക്കുന്നത്, ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കത്തിക്കുന്നത് നിയമപരമായിട്ട് അനുവദനീയമാണോ? സെൻട്രൽ ഗവൺമെന്റ് MHM ഗൈഡ്ലൈൻസിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ സാനിറ്ററി വേസ്റ്റ് നമ്മൾ ഇൻസിനറേറ്റ് ചെയ്ത് കളയണമെന്ന് തന്നെ പറയുന്നത്. നമ്മൾ പുറത്തെറിഞ്ഞ് കളയരുത്, വാട്ടർ ബോഡീസ് ഇടരുത്, കെട്ടിവെക്കരുത്. അത് ഇൻസിനറേറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത്. ഒരു പ്രോപ്പർ ഗാഡ്ജറ്റ് ഉപയോഗിച്ച് കത്തിച്ച് കളയണം. ഇതൊരു പേറ്റന്റ് പ്രൊട്ടക്റ്റഡ് പ്രൊഡക്റ്റ് ആണ്. ഇത് വേറെ അനുവദിക്കാനും പറ്റില്ല. ഇത് പേറ്റന്റ് പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് ആരും അനുവദിക്കാനും നിൽക്കണ്ട. അതെ. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, സാധാരണ രീതിയിൽ നമ്മുടെ റോഡ് സൈഡിലൊക്കെ എത്രയോ ഡൈപ്പേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഇതേപോലെ നമ്മൾ കത്തിക്കാതെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ വലിച്ചെറിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകും അല്ലേ. എന്നാൽ ഇത് വലിയ രീതിയിൽ നമ്മുടെ നാടുകളിൽ ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിനുവേണ്ടി തന്നെയാണ് എൻഷുറ എന്റർപ്രൈസസ് UR ഫർണസ് എന്ന് പറയുന്ന ഈ ഒരു അടിപൊളി പ്രോഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ സാനിറ്ററി പാഡിന്റെ ഡയപ്പറിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യങ്ങൾ പറയുകയാണ്. ഇത് ശരിക്കും നമ്മൾ മണ്ണിൽ കുടിച്ചിട്ടെന്ന് വിചാരിച്ചു. ഈ സാനിറ്ററി പാഡ്സ് 500 തൊട്ട് 800 വർഷം വരെ ഭൂമി കിടക്കും ഫുള്ളായിട്ട് ഡീകമ്പോസ് ആകാതെ. അത്രയും വർഷം എടുക്കും ഫുള്ളായിട്ട് ഡീകമ്പോസ് ആകാണ്ട്. അതുപോലെ തന്നെ ഡയപ്പറുകൾ 250 തൊട്ട് 500 വർഷം വരെ ഭൂമിയിൽ കിടക്കും. തലമുറകൾ കഴിഞ്ഞിട്ട് അത് നശിച്ചു പോകും. അതാണ് നിങ്ങൾ വളരെ മിനിറ്റുകൾ കൊണ്ട് കത്തിച്ചു തീർത്തത്. പരിസ്ഥിതിക്ക് ദോഷമില്ലാതെ കത്തിച്ച് കളയുന്നു. 100 കിലോ കത്തിച്ചു കഴിഞ്ഞാൽ 3 കിലോ താഴെ ഫൈൻ പൗഡറാണ് ഇതിന്റെ വേസ്റ്റ് വരുന്നത്. 100 കിലോ കത്തിച്ചു കഴിഞ്ഞാൽ വെറും 3 കിലോ താഴെ ഫൈൻ പൗഡർ. ഇതിപ്പോ നമ്മൾ കത്തിയപാടന്നെ ഇപ്പൊ എടുത്തതാണ്. ഇതിപ്പോ നാളെ ആവണം ഇതിന്റെ പകുതിയാവും. ഇത് സ്ത്രീകൾക്കൊക്കെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇത് ആർക്കും ഉപയോഗിക്കാം. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ മുകളിലേക്ക് ഫ്ലെയിം വരുന്നുണ്ടെങ്കിൽ ആ ഫ്ലെയിം ഒരു ഏതാനും സെക്കൻഡുകൾ നിൽക്കുവാണെങ്കിൽ ഫ്ലെയിം താഴെ താഴും. അന്നേരം ഇട്ട് കൊടുത്തോണ്ടിരുന്നാൽ മതി. അതുപോലെ തന്നെ സാനിറ്ററി പാഡ്സ് ഒക്കെ അവർക്ക് തന്നെ ഇതിനകത്ത് ഇട്ട് കത്തിക്കാൻ പറ്റും. സാനിറ്ററി പാഡ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ തന്നെയാണല്ലോ അത് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് സുഖമായിട്ട് ഇത് യൂസ് ചെയ്യാം. സുഖമായിട്ട് ആർക്കും ഇത് യൂസ് ചെയ്യാം. മഴക്കാലത്തൊക്കെ ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? അതായത് ഈ പ്രോഡക്റ്റ് മഴയും വെയിലും നനഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഡയറക്റ്റ് വെള്ളം ഒഴിക്കാതിരുന്നാൽ മതി. അപ്പോൾ മഴക്കാലത്താണെങ്കിൽ ഒരു ഷെയ്ഡിന്റെ അടിയിലോ അങ്ങനെ വെച്ച് കത്തിക്കാം. ഓക്കെ. ഈ മഴയും വെയിലും കൊള്ളുന്നതിന് ഈ പ്രോഡക്റ്റിന് കൊള്ളുന്ന യാതൊരു കുഴപ്പമില്ല. ഈ പ്രോഡക്റ്റ് മഴയും വെയിലും കണ്ടാൽ ഒരു കുഴപ്പമില്ല, പുറത്ത് വെച്ചാലും മതി, ഒരു കുഴപ്പമില്ല. അതങ്ങനെ സുഖമായിട്ട് അവിടെ ഒരു കുഴപ്പമില്ല. എവിടെയൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ വീടുകളുണ്ട്, ഫ്ലാറ്റുകൾ, ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽസ്, ഹോട്ടൽസ്,
റിസോർട്ട്സ് എന്ന് വേണ്ട എവിടെയെല്ലാം വേസ്റ്റ് ഉണ്ടോ അവിടെ എല്ലാം നമുക്ക് ഇതിന് ഉപയോഗം എല്ലാവർക്കും യൂസ് ചെയ്യാം. എല്ലാവർക്കും യൂസ് ചെയ്യാം. ഇതിന്റെ കപ്പാസിറ്റി എങ്ങനെ വരുന്നത്? എത്ര നമുക്ക് കത്തിക്കാൻ പറ്റും? ഇപ്പോൾ സാധാരണ ഫർണസുകൾ എന്ന് പറഞ്ഞാൽ അതൊരു ഇത്ര കിലോ കപ്പാസിറ്റി പറയുന്നത്, ഇത്ര കിലോ 10 കിലോ 20 കിലോ. ഇതിന്റെ കപ്പാസിറ്റി അൺലിമിറ്റഡ് ആണ്. നമ്മളിത് സ്റ്റോർ ചെയ്തിട്ട് കത്തിക്കുന്നതല്ല. നമ്മളൊരു പേപ്പർ കത്തിച്ചിടുന്നു, എന്നിട്ട് വേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്തേറെ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കത്തിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ നമ്മൾ ഇട്ടിട്ട് തികയുന്നില്ല, വേസ്റ്റ് കത്തിയാനില്ല, കാണിക്കാൻ പറ്റുന്നില്ല, അപ്പൊ തന്നെ കത്തി ഇങ്ങോട്ട് പോകുക. ഈ ഹൈ ടെമ്പറേച്ചർ കത്തുന്ന തന്നെ വളരെ പെട്ടെന്ന് കത്തി തീർന്നു പോകും. കത്തി തീരുകയാണ്. ഈ ഒരു പ്രോഡക്റ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ട്, കാരണം ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒത്തിരി പേർക്ക് ഇത് ആവശ്യമുണ്ടാവും. അങ്ങനെ വരികയാണെങ്കിൽ ഇത് എങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ കമ്പനിയിലേക്ക് കോൾ വന്നു കഴിയുമ്പോഴത്തേക്കും അവരുടെ നിയറസ്റ്റ് പാർട്സ് എത്തിച്ചു കൊടുക്കും. കാരണം ഇത് ഓട്ടോയിലോ കാറിലോ കെട്ടിക്കൊണ്ട് പോകാവുന്നേ ഉള്ളൂ. ചെറിയ സ്പേസ് മതി അല്ലേ? ചെറിയ സ്പേസ് മതി കൊണ്ടുപോയിട്ട്. അതുപോലെ തന്നെ ഇത് പാക്കറ്റ് തുറക്കുക, എടുത്ത് വെക്കുക, കത്തിക്കുക. അതല്ലാതെ പ്രത്യേകിച്ച് ഇതിന് ഇൻസ്റ്റലേഷൻ ഒന്നും ആവശ്യമുള്ളതല്ല. ഇതിന് സർവീസ് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ മെയിൻ്റെനൻസ് ആയിട്ട്? ഇതിനകത്തൊരു മൂവിംഗ് പാർട്സ്, ഇലക്ട്രോണിക് കമ്പോണൻസ് ഒന്നുമില്ല. അതാണ് ഇതിന് പ്രത്യേകിച്ച് മെയിൻ്റെനൻസിൻ്റെയോ സർവീസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇതിന് പ്രൈസ് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? ഇതൊരു സ്പെഷ്യൽ ഇമ്പോർട്ടഡ് സ്റ്റീലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് സ്റ്റീലിൻ്റെ പ്രൈസ് ചിലപ്പോഴും വേരി ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട്. ഇതിന് മെറ്റീരിയൽ നല്ല കോസ്റ്റ്ലിയാണ്. കാരണം വെച്ചാൽ ഇത് 800 ഡിഗ്രിക്ക് മുകളിലാണ് കത്തുന്നത്. ഇപ്പോൾ 800 ഡിഗ്രിക്ക് മുകളിൽ കത്തുന്നു, തണുക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് സ്പെഷ്യൽ സ്റ്റീലാണ്, ഇമ്പോർട്ടഡ് ആണ്. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ആ സമയത്തുള്ള റേറ്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കും. ഞങ്ങൾ കോൾ വന്നു ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഒരു ഗംഭീര കാഴ്ച തന്നെ അല്ലേ? എത്ര സ്പീഡിലാണ്, എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇതിൽ നമ്മൾ ഓരോ വേസ്റ്റ് ഇടുന്ന സമയത്ത് കത്തി പോകുന്നത്. നനഞ്ഞിട്ടുള്ള ഡയപ്പർ, സാനിറ്ററി പാഡൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ കത്തിയിട്ട് പോവാണ്. ഇതിൽ ശരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോലും വേസ്റ്റ് ഇടാൻ പോലും സമയം കിട്ടില്ല. അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് കത്തിയിട്ട് ചാരമായിട്ട് ഇത് മാറുന്നത്. ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലായത്, വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.